מצחיק! נניפה דגלנו! אנו! നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കഥയാണ് 6 വയസ്സുകാരി ഹിന്ദ് റജബ്, അതായത് ഇസ്രായേലി സേന കൊന്നു കളഞ്ഞിട്ടുള്ള ഒരു കുട്ടിയും അവരുടെ കുടുംബവും. അതേ ആളുകൾ ഇന്ന് ലെബനോനിലോട്ട് അവരുടെ ആക്രമണത്തിന് പോകുന്നതിൻ്റെ മുമ്പ് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പാണ്. ഇത് കഴിഞ്ഞ് ലെബനോനിൽ എത്തിയ സമയത്താണ് ഈ പറഞ്ഞ ആളുകൾ 5 പട്ടാളക്കാർ അല്ലെങ്കിൽ 5 IDF സോൾജേഴ്സ് ഒരു മെർക്കാവ ടാങ്കിൻ്റെ അകത്ത് വെന്ത് മരിച്ച അവസ്ഥ. നമ്മളിന്ന് നമ്മുടെ വീഡിയോയിൽ ഈ ഒരു കഥയുടെ ഫുൾ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. കർമ്മ എന്ന് തന്നെ നിങ്ങൾക്ക് പറയാം, അതല്ലെങ്കിൽ പടച്ചോൻ അറിഞ്ഞു കൊടുത്താന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ പടച്ചോൻ എത്ര കൊടുക്കണം എന്നുള്ളത് ചോദിക്കും. പക്ഷെ ചില കാര്യങ്ങൾ ചില സമയത്ത് വരുമ്പോൾ നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്നതാണ്. അത് കർമ്മയായിട്ടോ പടച്ചോൻ കൊടുത്തതായിട്ടോ അല്ലെങ്കിൽ ഇബ്ലീസ് കൊടുത്തതായിട്ടോ എന്താണെങ്കിലും നിങ്ങൾ കണക്ട് ചെയ്തോ അത് നിങ്ങൾക്ക് വിട്ടുവന്നു. പക്ഷേ ഇന്ന് പറയാനുള്ള കഥ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത കണ്ടിരുന്നു അല്ലേ, ഗസയിലുള്ള മുസ്ലിങ്ങളെ മൊത്തം കൊന്നൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചൊരു ഇന്ത്യൻ പിതാവിൻ്റെ കഥ. അതേ പിതാവ് അതേ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇന്ത്യയുടെ നാവികൻ്റെ അച്ഛനായിരുന്നു ആ ഒരു സെയിലർ. കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ഇതേ അമേരിക്കയുടെ ബോംബാക്രമണത്തിലാണ് മരണപ്പെട്ടത്. അത് നമ്മൾ കർമ്മയായിട്ട് കണ്ടു അല്ലേ. കർമ്മ എപ്പോഴും ചോദിക്കാതെയും പറയാതെയും വരാറ്. പക്ഷേ എല്ലാവർക്കും കർമ്മ കിട്ടാറില്ല, ചില ആൾക്കാർക്ക് മാത്രമേ കർമ്മ കൊടുക്കാറുള്ളൂ അല്ലേ, അങ്ങനെ ഉണ്ടാവാറ്. അപ്പം ഇതും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. അപ്പം ഈ കഥ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. 6 വയസ്സുകാരി ഹിന്ദ് റജബ്, നമുക്കറിയാം ഗസയിൽ സ്വന്തം മാതാപിതാക്കളും കൂടപ്പിറപ്പുകളും സ്വന്തം കൺമുമ്പിൽ ചോരയിൽ വാർന്ന് മരിച്ചു കിടക്കുന്ന സമയത്ത് എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ എന്ന് കരഞ്ഞുകൊണ്ട്, എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹിന്ദ് റജബ്. ونقرأ قرآن وأدعي شوي. شو رأيك؟ طيب نحكي بسم الله الرحمن الرحيم. الحمد لله رب العالمين. برافو عليكي، هيك حافظة. ايش يا عمري؟ ആളുടെ വിളി കേട്ടിട്ട് അങ്ങോട്ട് രക്ഷിക്കാൻ വന്നിട്ടുള്ള പ്രവർത്തകരും അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരെ കൂട്ടത്തോടെ ഒരു ആംബുലൻസിൻ്റെ അകത്ത് കൊന്നു കളഞ്ഞിട്ടുള്ള ഇസ്രായേലി സേനയുടെ കഥ നമുക്കെല്ലാവർക്കും 2024 ഗസ കൂട്ടക്കുരുതിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു കഥയാണ്. അല്ലെങ്കിൽ ആ ഒരു നടന്ന സംഭവം കഥയായിട്ട് സിനിമ പോലും ഇതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങേണ്ടായിട്ടുണ്ട്. അന്ന് ഇത്രയും ആളുകളെ, ഒരുപാട് ആളുകൾ മരിച്ചു, ഒരുപാട് ആളുകളെ കൊന്നു തീർത്തു. പക്ഷേ ഇത്രയും ലോക ശ്രദ്ധ ഏറ്റിട്ടുള്ള ഈ ഒരു കഥയിൽ അന്ന് കൊന്നു തീർത്തിട്ടുള്ള ഈ ആളുകളെ കൊന്നു കളഞ്ഞിട്ടുള്ള അതേ ആളുകൾ ഇന്ന് ഇസ്രായേലിൻ്റെ മെർക്കാവ ടാങ്കിൻ്റെ അകത്ത് വെന്ത് മരിച്ച ഒരു കഥ. മെനഞ്ഞാന്നായിരുന്നു ഈ സംഭവം നടന്നിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. തെക്കൻ ലെബനിൽ ഉണ്ടായിട്ടുള്ള ഹിസ്ബുള്ളയുടെ ഒരു അറ്റാക്കിനെ പറ്റിയാണ് നമ്മൾ തുടക്കത്തിൽ കാണേണ്ടത്. അതായത് ഒരു ഒളിപ്പോർ ആക്രമണമാണ് ഹിസ്ബുള്ള അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഫോഴ്സ് ആയിട്ടുള്ള IDF 401 അർമഡ് ബ്രിഗേഡിൻ്റെ കീഴിലുള്ള 52ാം ബറ്റാലിയൻ കമാൻഡുകൾ ഉൾപ്പെടെ 4 സൈനികരാണ് ഒരു ടാങ്കിൻ്റെ അകത്ത് വെന്ത് മരണപ്പെട്ടിട്ടുള്ളത്. ഗസ കൂട്ടക്കൊലക്കിടയിൽ 6 വയസ്സുകാരിയായിട്ടുള്ള പലസ്തീനിയൻ പെൺകുട്ടി ഹിന്ദ് റജബ് ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ സംഭവമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ബന്ധിപ്പിക്കപ്പെട്ട ബറ്റാലിയനാണ് ഈ 52ാമത്തെ ബറ്റാലിയൻ IDF-ൻ്റെ. തെക്കൻ ലെബനിലെ ക്ലാർ ടിബറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സമീപത്തുണ്ടായിട്ടുള്ള സുരക്ഷാ സംഭവത്തിൽ 52ാം ബറ്റാലിയൻ കമാൻഡ് ലഫ്റ്റനന്റ് കേണൽ ഡോർ ബെഷ് ഷിംചോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഉൾപ്പെടെ 3 മറ്റ് സൈനികരാണ് കൊല്ലപ്പെട്ടതായിട്ടുള്ള ഇസ്രായേലി സൈന്യം വെള്ളിയാഴ്ച ഇപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. വെള്ളിയാഴ്ച അർദ്ധരാത്രി ഈ ബറ്റാലിയൻ മെർക്കാവ ടാങ്കിന് യാത്ര ചെയ്യുന്ന സമയത്താണ് അതിനെതിരെ ഹിസ്ബുള്ളയുടെ ഒരു ആക്രമണം നടന്നിട്ടുള്ളത്. ഈ ഒരു ആക്രമണം സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചിട്ടുള്ള ഡ്രോൺ ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ആയുധ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണോ എന്ന് ഇതുവരെ IDF-ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇതിനകത്ത് 3-4 സൈനികരായിരുന്നു ഒരേ സ്പോട്ടിൽ വെന്ത് മരിച്ചത്. അത് ആക്രമിക്കപ്പെട്ട് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ടാങ്ക് കണ്ടെത്തിയതും അതിൻ്റെ അകത്ത് ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള ആ 4 പേര് മരിച്ചതായിട്ടും കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ സമീപ മാസങ്ങളിൽ തെക്കൻ ലെബനിൽ ഇസ്രായേൽ സൈന്യത്തിന് ഏറ്റവും അധികം തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഇത്. ദിവസവും അവിടെ 2, 3, 4 ഇസ്രായേലി സൈന്യം കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ. ഇനി ഈ കേസ് ഹിന്ദ്
റജബ് കേസുമായിട്ട് എന്താണ് ഇതിനുള്ള സാമ്യം അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ കണക്ഷൻ എന്ന് ഞാൻ പറയാം. അതായത് 6 വയസ്സുകാരിയായിട്ടുള്ള ഹിന്ദ് റജബിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് അവളെ രക്ഷിക്കാൻ അയച്ച ആംബുലൻസ് തകർത്തതിനെ കുറിച്ചുമുള്ള അന്വേഷണങ്ങൾ ശേഷമാണ് 52-ാം ബറ്റാലിയൻ ലോകമെമ്പാടും ചർച്ചയായിട്ടുള്ളത്. അതായത് 2024 ജനുവരിയിൽ ഗസ സിറ്റിയിലെ ടെൽ അൽ ഹവ എന്ന് പറഞ്ഞിട്ടുള്ള പരിസരത്ത് ഇസ്രായേലിൻ്റെ വെടിവെപ്പിൽ കുടുംബാംഗങ്ങൾ മൊത്തമായിട്ട് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഹിന്ദ് ഒരു വാഹനത്തിനുള്ളിൽ കുടുങ്ങിപ്പോകുകയായിരുന്നു. 6 വയസ്സുള്ള ഒരു പെൺകുട്ടി തൻ്റെ ബന്ധുക്കളുടെ മൃതദേഹത്തിന് നടുവിൽ നിന്നിട്ട് തന്നെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഹിന്ദ് എമർജൻസി ഡിറ്റാച്ചറുമായിട്ടുള്ള നടത്തിയിട്ടുള്ള ഫോൺ കോളുകൾ അതിൻ്റെ റെക്കോർഡിങ്ങും പിന്നീട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അന്നത് ഭയങ്കര ഹിറ്റായിരുന്നു ആ ഒരു ഫോൺ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ. ഇത് വലിയ രീതിയിൽ ജനശ്രദ്ധ അന്ന് ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കുട്ടിയെ രക്ഷിക്കാൻ അയച്ച ആംബുലൻസ് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിലുണ്ടായിട്ടുള്ള 2 പാരാമെഡിക് ജീവനക്കാരെയും അന്ന് ഈ 52-ാം ബറ്റാലിയനാണ് കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയപ്പോഴാണ് ഹിന്ദിനെയും അവളുടെ കുടുംബാംഗങ്ങളുടെയും ആംബുലൻസിലെ ജീവനക്കാരും ഒരുമിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വൻ പ്രതിഷേധത്തിനൊക്കെ അന്ന് ഇറയായിട്ടുണ്ട്. കാര്യമില്ല, കാരണം അമേരിക്കയും ഇസ്രായേലും കൂട്ടിയിരുന്ന് കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതെവിടെയും എത്താൻ പോകുന്നില്ല. അങ്ങനെയായിരുന്നു ഈ ഒരു കഥ അന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധർ, ഓപ്പൺ സോഴ്സ് അന്വേഷകർ, പിന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എന്നിവരുടെ സംയുക്തമായിട്ട് നടത്തിയിട്ടുള്ള ഒരു അന്വേഷണം അന്നുണ്ടായിരുന്നു. അന്ന് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കൊലയ്ക്ക് പിന്നിലെ വസ്തുത പിന്നീട് പുറത്ത് വരികയുണ്ടായിരുന്നത്. അതായത് അന്വേഷണ പ്രകാരം ഹിന്ദും കുടുംബവും കൊലപ്പെടുത്തുന്ന സമയത്ത് ഈ 52-ാം ബറ്റാലിയൻ ആയിരുന്നു, അല്ലെങ്കിൽ 401-ാം ആർമഡ് ബ്രിഗേഡിൻ്റെ യൂണിറ്റിൽപ്പെട്ട 52-ാം ബറ്റാലിയൻ ആയിരുന്നു അന്ന് ഈ ഒരു ഓപ്പറേഷൻ നടത്തിയതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ 52-ാം ബറ്റാലിയന് കീഴിലുള്ള വാമ്പയർ എംപയർ എന്നറിയപ്പെടുന്ന ഒരു കമ്പനിയെ കേന്ദ്രീകരിച്ചായിരുന്നു അന്ന് അന്വേഷണം നടന്നിരുന്നത്. ഉപഗ്രഹ ചിത്രങ്ങൾ, ഡിജിറ്റൽ തെളിവുകൾ, ഫോറൻസിക് വിശകലനങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശ സംഘടനകൾ പിന്നീട് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ ഈ ബറ്റാലിയൻ 52, അതായത് ഈ 52-നെ കമാൻഡർമാരെയും ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിയമ നടപടികൾ അന്ന് എടുക്കാൻ അല്ലെങ്കിൽ പരാതികളും അന്ന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെവിടെ എത്തിയിട്ടില്ല, കാരണം IDF-ന്റെ സേനയാണ്. ആരും അതിനെതിരെ സംസാരിക്കാനൊന്നും പിന്നെ പോയിട്ടില്ല. അപ്പം ഗസയിൽ നടന്നിട്ടുള്ള യുദ്ധ കുറ്റങ്ങൾക്ക് ഉത്തരവാദികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ, ഈ തെളിവുകളും ആരോപണങ്ങളും ഇപ്പോഴും കേന്ദ്രം അല്ലെങ്കിൽ ഒരു കേന്ദ്രസ്ഥാനത്ത് നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിയിട്ടില്ല ആ ഒരു കേസ്, അതവിടെ നിൽക്കുന്നുണ്ട്. അതേ സമയത്താണ് അതേ ബറ്റാലിയൻ അല്ലെങ്കിൽ അതേ 401-ാമത് ആർമഡ് ബ്രിഗേഡിലെ ഈ 52-ാമത്തെ ബറ്റാലിയനായിരുന്നു ഇന്നലെ മർക്കാവ 4 ടാങ്കുകളിൽ ഉപയോഗിച്ചിട്ട് തെക്കൻ ലെബനനിലോട്ട് ഓപ്പറേഷൻ നടത്താൻ പോയതിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന അന്ന് ഹിന്ദിനെയും കുടുംബത്തിനെയും കൊലപ്പെടുത്തിയിട്ടുള്ള അതേ സോൾജേഴ്സ് ആയിരുന്നു ഈ ഒരു ഈ ഒരു ടാങ്കിൽ ഇന്നലെ ഉണ്ടായിരുന്നത്, 2 ദിവസം മുമ്പ് ഉണ്ടായിരുന്നത്. അങ്ങോട്ടാണ് ഇന്നലെ ആക്രമണം നടത്തുന്നത്, ഹെസ്ബുള്ളയുടെ ആക്രമണം വരുന്നതും. ആ ആക്രമണത്തിൽ ഈ പറഞ്ഞ 4 പേര് ഇല്ലാണ്ടാവുമായിരുന്നു. അതായത് നേരത്തെ ലെബനിലെ പോരാട്ടത്തിൽ ഗുരുതരമായിട്ട് പരിക്കേറ്റുള്ള മുൻ കമാൻഡുകൾക്ക് പകരമായിട്ടാണ് 2 മാസം മുമ്പാണ് ഈ ഒരു ഗ്രൂപ്പിനെ അങ്ങോട്ട് അയച്ചിട്ടുള്ളത്. അതായത് ബെൻ ഷിച്ചോൻ ബറ്റാലിയൻ ആണ് ഇതിൻ്റെ ചുമതല. അന്ന് അവിടെ ചെയ്ത അതേ ആളുകളുടെ ചുമതല തന്നെയാണ്, പുള്ളി തന്നെയാണ് ഇതിനും ചുമതലയായിട്ട് മുന്നോട്ട് വന്നിരുന്നത്. അപ്പം ഇസ്രായേലി സൈനിക നീക്കങ്ങളെ കംപ്ലീറ്റ്ലി എങ്ങനെയാണ് അവിടെ ലെബനോൻ ചെറുക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കി കാണുമായിരുന്നു. 2 ദിവസം ടാങ്കിനകത്ത് വെന്ത് മരിച്ചു കിടന്നു. അതിനുശേഷമാണ് ഇവരെ കണ്ടെത്തിയതും അതിനുശേഷമാണ് ഇവരെ ഇസ്രായേലിലോട്ട് തിരിച്ചു കൊണ്ടുപോകുന്നതും. അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ മെനഞ്ഞാന്ന് ചെയ്തൊരു വീഡിയോയിൽ നമ്മൾ ഇവരുടെ ഫോട്ടോസ് ഇട്ടിരുന്നു. പക്ഷേ ഇതിൻ്റെ കഥ, ഇതിൻ്റെ പിന്നിലുള്ള ഇത്രയും വലിയൊരു കർമ്മ ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇന്നലെയാണ് ന്യൂസുകളൊക്കെ പുറത്തോട്ട് വന്നത്. അപ്പം ഇതിനെ കർമ്മയായിട്ട് കാണുന്നു, അതല്ലെങ്കിൽ അത് പറഞ്ഞ് കർമ്മ എന്ന് പറഞ്ഞാൽ ചോദിക്കും, അതെന്താ എല്ലാവർക്കും എന്താ കർമ്മ കിട്ടാത്തത്? എത്രയോ ആളുകളുടെ കുടുംബങ്ങൾ അവിടെ മരിച്ചിട്ടുണ്ട്, അവരെ കൊന്ന ആളുകളൊക്കെ മരിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ചില സമയത്ത് ചില കാര്യങ്ങൾ പടച്ചവൻ ചിലപ്പോൾ അങ്ങനെ തരും, ചില സമയത്ത് അങ്ങനത്തെ കാര്യങ്ങളല്ലാണ്ട് മറ്റു തരത്തിലുള്ള ശിക്ഷകളും അല്ലെങ്കിൽ കുറ്റങ്ങളൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ അന്ന് നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ പിതാവിന് പറ്റിയിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് വിത്തിൻ 1 വീക്കിലാണ് മറ്റൊരു ഇതുപോലത്തെ കഥ ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ യുദ്ധത്തിൻ്റെ ഭാഗങ്ങളായിട്ട് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇത്ര കലിയെന്ന് വെച്ചാൽ ദിവസവും ഇസ്രായേലിൻ്റെ IDF-ന്റെ ഒരുപാട് പട്ടാളക്കാരവിടെ മരിച്ചു വീഴുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കുറച്ച് പുറത്തോട്ട് വരാറുള്ളൂ, കൂടുതലായിട്ട് നമുക്കൊന്നും പുറത്തോട്ട് കിട്ടാറില്ല. പക്ഷേ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഈ ഒരു കഥയുടെ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പം പുറത്തോട്ട് എടുത്ത് ഇട്ടിരിക്കുകയാണ് അവിടുത്തെ ആളുകൾ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ എഴുതി വിടണം. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.